ആനമങ്ങാട് എടത്തറ വായനശാല പ്രഭാനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പ്രഭാ പുരസ്കാരം ഡോക്ടർ വി വേണുഗോപാലിന് സമ്മാനിക്കും. 18-ന് ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രഭാ പുരസ്കാരത്തിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് സമ്മേളനം വിളിച്ചത്. പ്രഭാ പുരസ്കാരം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം മെയ് 31-ന് സ്വന്തം പുസ്തകം, ആദ്യത്തെ പുസ്തകം ക്യാപ്റ്റൻ കുഞ്ചൻ IAS എന്ന പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ വെച്ച് നമ്മുടെ വിട്ടുപിരിഞ്ഞ പ്രഭേട്ടന്റെ ഓർമ്മയ്ക്ക്, പ്രഭാ ആനമങ്ങാട് എന്ന പേരിൽ എഴുതുന്ന പ്രഭേട്ടന്റെ ഓർമ്മയ്ക്കായി നമ്മൾ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് പ്രഭാ പുരസ്കാരം. എടത്തറ പൊതുജന വായനശാലയുടെ കീഴിൽ ഈ പ്രഭേട്ടനെ അനുസ്മരിക്കുന്നതിന് വേണ്ടി പ്രഭാ അനുസ്മരണ സമിതി എന്ന പേരിൽ ഒരു സമിതി രൂപീകരിച്ചു. അപ്പോൾ അതിൽ വെച്ച് സമൂഹത്തിന് നന്മ ചെയ്യുന്ന ആളുകൾക്ക് ആദരം കൊടുക്കുന്ന എന്തെങ്കിലും ഒരു പദ്ധതി വേണമെന്ന് പ്രഭേട്ടന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ ഓരോ വർഷവും വേറിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം, സാമൂഹ്യ നന്മയ്ക്ക് ഉതകുന്ന വേറിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്തുന്ന ഒരാളെ കണ്ടെത്തി ആദരിക്കാം എന്ന് തീരുമാനിച്ചു. അയാൾക്ക് പ്രഭാ പുരസ്കാരം നൽകാം എന്നൊരു പ്ലാനാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് ഈ വർഷം നിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കുറേയധികം നിർദ്ദേശങ്ങൾ വന്നു. ആ നിർദ്ദേശങ്ങളിൽ നിന്ന് നമ്മൾ പ്രഭാനുസ്മരണ സമിതിയുടെ തീരുമാനപ്രകാരം തിരഞ്ഞെടുത്ത ഒരാൾക്കാണ് വർഷം പ്രഭാ പുരസ്കാരം കൊടുക്കുന്നത്. അതിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഡോക്ടർ വി വേണുഗോപാലിനെയാണ്. ക്യാപ്റ്റൻ കുഞ്ചൻ IAS എന്ന ഒറ്റ പുസ്തകത്തിലൂടെ മലയാള സാഹിത്യത്തിൽ സ്വയം അടയാളപ്പെടുത്തിയ എടത്തറയുടെ സ്വന്തം എഴുത്തുകാരനായ പ്രഭാ ആനമങ്ങാടിനെ സ്മരിച്ചുകൊണ്ടാണ് എടത്തറ വായനശാലയുടെ കീഴിലുള്ള പ്രഭാ അനുസ്മരണ സമിതി പ്രഭാ പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. 7,777 രൂപയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡായി സമ്മാനിക്കുന്നത്. ഈ വർഷം അവാർഡിന് പെരിന്തൽമണ്ണയുടെ സ്വന്തം കുട്ടികളുടെ ഡോക്ടർ വി വേണുഗോപാലിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അനുസ്മരണ സമ്മേളനത്തിൽ 30 വർഷത്തോളം സേവനം ചെയ്തു വിരമിച്ച പോസ്റ്റ് മാസ്റ്റർ VT മാടമ്പി, 87 തവണ രക്തദാനം നടത്തിയ പ്രദീപ് കാലടി എന്നിവരെ ആദരിക്കും. പ്രദേശത്തെ SLC, +2, LSS ജേതാക്കളെയും ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ പൊതുജന വായനശാല സെക്രട്ടറി KM അബ്ദുൽ ഗഫൂർ, അനുസ്മരണ സമിതി കൺവീനർ E ഉണ്ണികൃഷ്ണൻ, ചെയർമാൻ സന്തോഷ്, വൈസ് ചെയർമാൻ പ്രതീഷ്, വൈസ് ചെയർമാൻ E പ്രതീഷ്, അബ്ദുൾ മുനീർ എന്നിവർ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.